ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 30,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ഫോണുകളെ കുറിച്ചിട്ടാണ്. 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ ആണെന്നുണ്ടെങ്കിലും 30,000 രൂപയ്ക്ക് താഴെ ഇപ്പോഴത്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ വരുന്ന ഫോൺ ഈ ഒരു ഫോണാണ്. അപ്പോൾ 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗെയിമിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തതിൽ പോക്കോ F6 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആണ്. പിന്നെ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോയുടെ ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിവോ V30 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 25,200 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഐക്യൂടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐക്യൂ Z9s Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് വിവോ T3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ വിവോയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വിവോ V30 5G നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ 5500 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യൂടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ റെഡ്മിയുടെ ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ റെഡ്മി നോട്ട് 13 Pro Plus ആണ് നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. പക്ഷേ വില വരുന്നത് 22,600 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പം കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും 12-bit ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 22,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ റെഡ്മിയുടെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. 30,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊന്നും വരണം എന്നില്ല. പിന്നെ ഹോണറിന്റെ ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹോണർ 200 എന്നുള്ള സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ നത്തിങ്ങിന്റെ ഒരു ഫോണൊക്കെ ആയിരിക്കും ചില ആൾക്കാർക്ക് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് നത്തിങ് ഫോൺ 2A Plus എന്നുള്ള സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7350 Pro എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി റിയൽമിയുടെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റിയൽമിയുടെ കുറച്ചും കൂടി ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 24,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro Plus തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ റിയൽമി 13 Pro Plus ഉണ്ട് ക്യാമറയുടെ കാര്യത്തിൽ. പക്ഷേ വില കുറച്ചും കൂടി കൂടുന്നുണ്ട്.
അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. ഇനി റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ 29,400 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 29,400 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ OnePlusന്റെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus Nord 4 വരുന്നുണ്ട്. അപ്പം ഇതിലും 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെയിം പ്രോസസ്സറും അതുപോലെ തന്നെ സെയിം ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. ബാക്കി റിയൽമി GT60 ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഓപ്പോയുടെ തന്നെ ഒരു ഫോൺ വേണമെന്നൊക്കെ നിർബന്ധം ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ Reno 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 8200 എന്നുള്ള പ്രോസസ്സർ ഒക്കെ വരുന്നുണ്ട്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 4600 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇനി സാംസങ്ങിന്റെ ഒരു ഫോൺ തന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 29,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് സാംസങ് S21 FE വരുന്നുണ്ട്. ഇതിൽ 6.4 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 12+8+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വില കുറച്ചും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുതിയ S23 FE എന്നുള്ള സ്മാർട്ട് ഫോൺ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ 30,000 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത്. 32,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അത് ഉൾപ്പെടുത്താത്തത്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഗൂഗിളിന്റെ ഒരു പിക്സൽ ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ Pixel 7 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ 6.3 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ Tensor G2 ചിപ്പാണ് ഇതിൽ വരുന്നത്. 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10.8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 4355 mAh ബാറ്ററിയാണ് വരുന്നത്. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും പിന്നെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇത് ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസും കൂടിയാണ്. പിന്നെ ഗൂഗിളിന്റെ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗൂഗിളിന്റെ ഒരു ഡിവൈസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ ഓപ്ഷനിൽ വരുന്നത് മോട്ടോ എഡ്ജ് 50 Pro എന്നുള്ള സ്മാർട്ട് ഫോണാണ്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 4500 mAh ബാറ്ററിയും 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ തന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ 30,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാനിതിന് ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ആണ് മെയിനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോൺ ഞാൻ കൺസിഡർ ചെയ്തേക്കാം. പിന്നെ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് 27,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A+ ആണ്. അതുപോലെ തന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro Plus പിന്നെ സാംസങ് S21 FE അല്ലെങ്കിൽ ഗൂഗിൾ Pixel 7 നോക്കിയേക്കാം. അപ്പം ഗൂഗിൾ Pixel 7 ആയിരിക്കും ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക ക്യാമറ മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഡിവൈസുകളും കൂടി നോക്കിയേക്കാം. സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ S21 FE ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. പിന്നെ OnePlusന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Nord 4 നോക്കിയേക്കാം. അതുപോലെ തന്നെ പെർഫോമൻസും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി GT60 ഞാൻ ചിലപ്പം കൺസിഡർ ചെയ്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.